ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വോട്ട് ചോർന്നു. അത് CP രാധാകൃഷ്ണന് കിട്ടി. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇത് ആരുടെയൊക്കെ വോട്ടുകളാണ് ചോർന്നത്? അതായത് ഇതിനെപ്പറ്റി ഈ കോൺഗ്രസ് തന്നെ ഒരു അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ ഈ വർഷാവസാനം നടക്കാനിരിക്കെ കുറച്ച് വോട്ട് BJP പാളയത്തിൽ നിന്ന് ഇന്ത്യയിലെ സഖ്യകക്ഷികൾ BJPയുടെ അല്ലെങ്കിലും കിട്ടും എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. 35 BJPക്കാർ കാലുമാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ലൈനുകളിൽ വലിയ ബഹളമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പലരുടെയും നേതൃത്വത്തിൽ. ഇതിനു വേണ്ടി ജഗദീപ് ധൻഖർ ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആപ്പുമായിട്ട് ചർച്ച അല്ലേ, BJDയുമായിട്ട് മറ്റേ ഒറീസയിൽ പോയിട്ട് BJDയുമായിട്ട് നവീൻ പട്നായക്കുമായിട്ട് ധൻഖറിൻ്റെ ചർച്ച. ധൻഖർ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു ഏജൻ്റായിട്ടൊക്കെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് 15 വോട്ട് അല്ലേ, ഇന്ത്യ മുന്നണിയിൽ നിന്ന് 15 വോട്ട് ചോർന്നു പോയിട്ടുണ്ട്. ഇദ്ദേഹം 2 സ്ഥലത്ത് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഇതിനു മുമ്പ് ഗവർണറായിരുന്നു. അവിടെ നിന്നുള്ള വോട്ടുകൾ ചിലത് രാധാകൃഷ്ണന് കിട്ടിക്കാണും എന്നാണ് കണക്ക് കൂട്ടുന്നത്. പിന്നെ അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അതുകൊണ്ട് നിശ്ചയമായും DMKയുടെ ചില MP-മാർ, ഇത് രഹസ്യ വോട്ടാണല്ലോ, ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, പുറത്താക്കാനും ഒന്നും പറ്റില്ല പാർട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു MP രാജ്യസഭാംഗമായിക്കോട്ടെ ലോക്സഭാ അംഗമായിക്കോട്ടെ ചെയ്തതാ. അപ്പോൾ DMKയിലെ ആരുടെയോ ഒക്കെ വോട്ട്, പിന്നെ ഉദ്ധവ് താക്കറെ ശിവസേനയില്ലേ മഹാരാഷ്ട്രയിൽ, അവരുടെ അത്ര മോശമല്ലാത്ത 6-7 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് കണക്ക്. ആപ്പിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ NCP ഇല്ലേ, NCPയുടെ ഏതോ ചില MP-മാരുടെ വോട്ടും കിട്ടിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്, BJP കണക്കാക്കുന്നത്. അപ്പോൾ സുദർശൻ റെഡ്ഡിയെ 152 വോട്ടിനാണ് തോൽപ്പിച്ചിരിക്കുന്നത്. 320+ കിട്ടുമെന്നാണ് റെഡ്ഡി കരുതിയിരുന്നത്. പക്ഷെ വെറും 300 അല്ലേ വോട്ടായിട്ട് റെഡ്ഡി ചുരുങ്ങി, പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. രാധാകൃഷ്ണന് ആകെ 752 വോട്ടിൽ 452 വോട്ട് കിട്ടി. 15 വോട്ട് അസാധുവായിരുന്നു. അത് കഴിഞ്ഞ ധൻഖറിൻ്റെ തെരഞ്ഞെടുപ്പിലും 15 വോട്ടാണ് അസാധുവായിരുന്നത്. 15 വിവരമില്ലാത്ത MP-മാരുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അത് രാഹുൽ ഗാന്ധി ആയിരിക്കും. ജയറാം രമേശ് പറയുന്നത് ഇതിന് തൊട്ട് മുമ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 315 MP-മാരും വന്നു, ഞങ്ങളുടെ 100% ഞങ്ങളുടെ അസാധാരണമായിരുന്നു, 100% പേരും വോട്ട് ചെയ്തു എന്ന്. പക്ഷെ വോട്ട് ചെയ്ത് കണക്ക് വന്നപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് പോയിരിക്കുന്നത്. അസാധു വോട്ട് കോൺഗ്രസ് വോട്ടല്ലെന്ന് കോൺഗ്രസ് പറയുന്നു. പക്ഷെ അസാധുവിന് പുറമെ 15 വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അതാണ് 15. അപ്പോൾ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ 788 MP-മാർ, അതിൽ 6 വാക്കൻസി രാജ്യസഭയിൽ 6 പേരില്ല. പിന്നെ ലോക്സഭയിൽ 1 വാക്കൻസി ഉണ്ട്. അങ്ങനെ ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത് 781 പേര്, 767 പേരാണ് വോട്ട് ചെയ്തത്. അതിൽ 15 അസാധുവായി. അങ്ങനെയാണ് 752, 98.2% വോട്ട്. അതിൽ സാധുവായ വോട്ട് 752. 2022 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 15 വോട്ട് തന്നെ അസാധു. NDAക്ക് ഈ ഹാഫ് മാർക്ക് എന്ന് പറയുന്നത് 377 ആണല്ലോ, അതിൽ കൂടുതൽ എന്തായാലും അതിൻ്റെ അപ്പുറം എത്രയോ കിട്ടി. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അവസാനം YSRCPയുടെ 11 വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. YSRCP ഇദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. രാധാകൃഷ്ണന് 440 കിട്ടുമെന്നാണ് BJP കരുതിയത്. പക്ഷേ 452 കിട്ടി, കൂടുതലാണ്. വിചാരിച്ചതിനേക്കാൾ 12 കൂടുതൽ കിട്ടി. വോട്ട് ചെയ്യാത്ത 14 പേര് വോട്ട് ചെയ്തില്ല, അബ്സ്റ്റെയിൻ ചെയ്തു, വോട്ട് ചെയ്യാതെ മാറിയിരുന്നു. ആ 14-ൽ 7 പേര് BJD ആണ്,
മറ്റേ ഒഡീഷയിലെ, 4 BRSകാർ, 1 അകാലിദള്, പഞ്ചാബിൽ 2 സ്വതന്ത്രരും വോട്ട് ചെയ്യാതെ മാറി നിന്നു. ഇങ്ങനെ 14 പേര് മാറി നിൽക്കുകയും ചെയ്തു. 2002 ബൈരോൺ സിംഗ് ഷെഖാവത്ത് സുശീൽ കുമാർ ഷിൻഡെയെ 149 വോട്ടിനാണ് തോൽപ്പിച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചെറിയ ഭൂരിപക്ഷം ഇത്തവണത്തേതാണ്. 1997 കൃഷ്ണകാന്ത്, UPAയുടെ കൃഷ്ണകാന്ത് സുർജിത് സിംഗ് ബർണാലയെ, BJP മുന്നണിയുടെ കാൻഡിഡേറ്റ് ബർണാലയെ 168 വോട്ടിനാണ് തോൽപ്പിച്ചത്. ബർണാല BJP പ്ലസ് സ്ഥാനാർത്ഥിയായിരുന്നു. 2022 ധൻകർ മാർഗരറ്റ് ആൽവയെയാണ് തോൽപ്പിച്ചത്. 346 വോട്ടായിരുന്നു ഭൂരിപക്ഷം. അതിനു മുമ്പ് വെങ്കയ്യ നായിഡു ഗോപാൽകൃഷ്ണ ഗാന്ധിയെ തോൽപ്പിക്കുന്നത് 2017 272 വോട്ടിനായിരുന്നു. ഹമീദ് അൻസാരി 2007 2012 ജയിക്കുന്നത് 232 വോട്ടിനും 252 വോട്ടിനുമാണ്. അപ്പോൾ ഇത്തവണത്തത് രണ്ടാമത്തെ ചെറിയ ഭൂരിപക്ഷമാണ്. 1998 99 BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു രാധാകൃഷ്ണൻ. അവിടെ കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ MP-യുമായിരുന്നു. 1998 99 MP ആയിരുന്നു. തമിഴ്നാട്ടിൽ പ്രസിഡൻറ്റുമായിരുന്നു. DMK ലോക്സഭയിൽ 22 സീറ്റാണുള്ളത്, രാജ്യസഭയിൽ 10 സീറ്റ്. ഇതിൽ നിന്ന് ചിലർ രാധാകൃഷ്ണന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. 7 വോട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് രാധാകൃഷ്ണന് കിട്ടിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതിൽ 3 ഉദ്ധവ് താക്കറെ പാർട്ടി ശിവസേന ആണ് എന്ന് കണക്കാക്കുന്നു. പിന്നെ തമിഴ്നാട്, ഗുജറാത്ത്, ജാർഖണ്ഡ് അവിടെ നിന്നുമൊക്കെ ഇന്ത്യ മുന്നണിയുടെ ആളുകൾ മാറിയിട്ടുണ്ടെന്ന് കണക്കാക്കുന്നു. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും അദ്ദേഹം ഗവർണറായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് പരിചയമുള്ള ചില ആളുകളെയൊക്കെ സംസാരിച്ച് മാറ്റാവുന്നതല്ലേ ഉള്ളൂ. പറഞ്ഞാൽ മതിയല്ലോ, ഇത് ആരറിയാനാ, എനിക്ക് ചെയ്തേക്ക് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ആപ്പ്, ഉദ്ധവ്, ശിവസേന അതാണ്. പീയൂഷ് ഗോയൽ പറഞ്ഞു 25 വോട്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി. അതിൽ YSRൻ്റെ 11 കൂടി ചേർത്തിട്ടാണ് 14 അല്ലാത്തത്. അപ്പോൾ DMK, TMC, RJD ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം എന്നാണ് കണക്കാക്കുന്നത്. രാധാകൃഷ്ണന് കൂടുതൽ കിട്ടിയിരിക്കുന്നു, 15 വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് ഇന്ത്യ മുന്നണിക്കകത്തൊരു ചോർച്ച ഉണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് നിരീക്ഷിച്ചൂടെ സാർ? അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി ഏകോപിച്ച ഒരു ഇതല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനോടൊന്നും ചേർന്ന് നിൽക്കുന്നവരല്ല ആപ്പും തൃണമൂലും എന്ന് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇത്തരം തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇല്ലേ, അതിൻ്റെ സന്നാഹങ്ങളൊക്കെ നടക്കുമ്പോഴും സ്പീക്കർ തെരഞ്ഞെടുപ്പിൻ്റെ നടക്കുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. TMCയും മറ്റേ ആപ്പും ഒക്കെ അവരുടേതായ നിലപാടുകൾ. അപ്പോൾ സത്യത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി നിലനിൽക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആപ്പും കോൺഗ്രസും ഒന്നിച്ച് നിന്നില്ലല്ലോ, ഇല്ലല്ലോ. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി നിലനിൽക്കുന്നില്ല. കോൺഗ്രസ് പല സ്ഥലത്തും പ്രാദേശിക പാർട്ടികളെക്കാൾ ചുരുങ്ങിയിരിക്കുന്നു. പണ്ട് ദേശീയ പാർട്ടിയായിരുന്നു. അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ തോളത്ത് ഇരുന്നിട്ടാണ് രാഹുൽ ഗാന്ധിയും റായ്ബറേലി ഇല്ലേ, അമേഠിയിലും ഒക്കെ കോൺഗ്രസ് ജയിക്കുന്നത് തന്നെ സമാജ്വാദി പാർട്ടിയുടെ വോട്ടൊക്കെ മേടിച്ചിട്ടാണ്. ഉത്തർപ്രദേശിൽ ഇത്തവണ സീറ്റ് കിട്ടിയതൊക്കെ അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അറിയാം. ഇപ്പോഴും ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി നിലനിൽക്കുന്നില്ല എന്ന് ഈ രാധാകൃഷ്ണന്റെ വിജയത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.